ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കാൻ നല്ല അടിപൊളി കിടക്കാച്ച് വെറൈറ്റി ഐറ്റം ആയിട്ട് വന്നേക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ള ഐറ്റമാണ് പിസ്സ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ളതും അത് മെയിനായിട്ട് കൊച്ചു കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് പിസ്സ. ഈ പിസ്സ നമ്മൾ പല പല ഐറ്റംസ്, ചിക്കൻ, വെജ്, പിന്നെ ചീസ്, അങ്ങനെയൊക്കെയുള്ള വെറൈറ്റി പിസ്സാസ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ നല്ല അടിപൊളി വേറൊരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് വന്നേക്കുന്നത്. അതായത് ബട്ടൺ പിസ്സ. അതായത് ബട്ടൺ പിസ്സ പ്ലസ് പ്രൗൺസ്. ഇത് പ്രൗൺസിൻ്റെ പിസ്സ ആരും കഴിച്ചിട്ടുണ്ടായിരിക്കത്തില്ലല്ലോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പ്രൗൺസ് ബട്ടൺ പിസ്സ. ഇത് ഞാൻ തന്നെ ഇട്ട പേരാണ്, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ച്. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പിസ്സ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല അടിപൊളി ടേസ്റ്റ്, നല്ല വെറൈറ്റി സാധനമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യരുത്. ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പിസ്സ ഉണ്ടാക്കേണ്ട നമുക്ക് ആദ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ഏകദേശം 1 ലിറ്റർ പാൽ ഞാനിപ്പോൾ ഇവിടെ തിളപ്പിച്ച് ജസ്റ്റ് ഒന്ന് ഇളം ചൂടായി പരുവത്തിന് വെച്ചേക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഡ്രൈ ഈസ്റ്റ് ഇതിട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഇതിനകത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും ഡ്രൈ ഈസ്റ്റും ആ പാലിലുമായിട്ട് നല്ലപോലെ ഡൈലൂട്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു 5 മിനിറ്റത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പാലും പഞ്ചസാരയും കൂടെ നമ്മുടെ ഈസ്റ്റും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പാലിനകത്തേക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് മൈദ, ഞാനിപ്പം 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മൈദ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ മാവ് നല്ലപോലെ കുഴച്ച് നല്ല സെറ്റാക്കി എടുക്കണം. നമ്മൾ എത്രമേ നമ്മൾ ഇതുപോലെ കുഴയ്ക്കുന്നുണ്ടോ അത്രയും മാവിന് മയം കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാവ് ഒന്ന് പുളിച്ച് പൊങ്ങി നല്ല സെറ്റായിട്ട് വരണം. അതിലൊരു 2-2.5 മണിക്കൂറോളം നമുക്ക് ഈ മാവ് ഇങ്ങനെ കുഴച്ച് ഒരു പാത്രം വെച്ച് ഇങ്ങനെ അടച്ച് ഇങ്ങനെ വെക്കണം. അപ്പോൾ ഇനി നമുക്കൊരു 2.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇവനെ എടുത്ത് നമുക്ക് സെറ്റാക്കാം. ഇതിങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ മാവും കാര്യങ്ങളെല്ലാം റെഡി ആയിരുന്നു കേട്ടോ. ഓൾറെഡി നമ്മൾ നേരത്തെ ഇത് കുഴച്ച് ഇതിനകത്ത് ഈ ബോളിനകത്ത് വെച്ചിരുന്ന സാധനമാണ് ഇതാട്ടോ. പുളിച്ചാൽ മൊത്തം പുറത്ത് കളി. അപ്പോൾ ഏകദേശം ഒരു 2-2.5 മണിക്കൂറോളം ഞാനിത് എന്താ പറയുക റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം. നല്ല പോലെ പുളിച്ച് പൊങ്ങി നല്ല സെറ്റായിട്ടുണ്ട് മാവ്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാവ് കുറേശ്ശെ എടുക്കുക. അപ്പോൾ നമുക്ക് പിസ്സ ഉണ്ടാക്കാനുള്ള മാവ് നമുക്ക് ആദ്യം ഒന്ന് പരത്തി എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ചെറിയ ചെറിയ ഉണ്ടയാക്കി എടുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് പരത്തി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ പരത്തി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു മാവ് നമുക്ക് കണ്ടോ, ചെറിയൊരു ബൗള് റൗണ്ടായിട്ട് വെച്ചിട്ട് ഈ ബൗൾ ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ റൗണ്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇതാണ്ട് ഇതേപോലെ ചെറിയ റൗണ്ടിലേക്ക് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതാണ്ടോ, ഈ ഒരു പരുവത്തിന് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഇത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പിസ്സയ്ക്കുള്ള ബട്ടൺ പിസ്സ എല്ലാം റെഡിയാണ്. അതായത് അതിനുള്ള മാവെല്ലാം റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം കട്ട് ചെയ്തെല്ലാം നല്ല സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പിസ്സ ഉണ്ടാക്കാൻ തുടങ്ങാം. അങ്ങനെ പിസ്സ ഉണ്ടാക്കാനുള്ള പരിപാടിയിലൊക്കെ നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ 3 പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യം ശകലിച്ച ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ എല്ലാം ഉരി നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പിസ്സയുടെ മാവ് നമ്മൾക്ക് കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. കാരണം മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, പാനിനകത്ത് തീ വളരെ കുറച്ച് വേണം വെക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ
ഈ മാവെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ശകലം നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. കാരണം നമ്മുടെ സോസൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഇറങ്ങി ഒന്ന് ഫില്ലാവണമല്ലോ, നല്ല അതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഈ പിസ്സ സോസ് എല്ലാത്തിൻ്റെ മണ്ടയ്ക്ക് കുറേശ്ശെ ഇതുപോലെ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഓരോ ക്യാപ്സിക്കം, ഇതിപ്പോൾ ഞാൻ റെഡും യെല്ലോയും ഗ്രീനും എടുത്തിട്ടുണ്ട്, 3 കളറിലെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിലും നമുക്ക് ഇതുപോലെ ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. കുറച്ച് ചോളം, എല്ലാത്തിലും കുറേശ്ശെ ചോളവും കൂടെ വെച്ച് കൊടുക്കാം. 1-2 പീസ് ഒലീവും കൂടെ, ബ്ലാക്ക് ഒലീവാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കൊഞ്ച്, ഇതാണ്ട കൊഞ്ച് ഞാൻ നമ്മുടെ കല്ലിനകത്ത് വെച്ച് ഇടിച്ച് ചതച്ചതാണ്, പുഴുങ്ങിയിട്ട് ചതച്ച കൊഞ്ച. അപ്പോൾ ഈ കൊഞ്ച് കുറേശ്ശെ ഇതിൻ്റെ മണ്ടയ്ക്കകത്തേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഫൈനൽ ഐറ്റം നമ്മുടെ മൊസില്ല ചീസ്, ഇതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് അടച്ച് വെക്കുക. നമ്മൾ അടപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഇതൊന്ന് ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് ആവി കയറി ഒന്ന് ജസ്റ്റ് നമ്മുടെ എന്താ പറയുന്നത് മൊസില്ല ചീസെല്ലാം ഒന്ന് മെൽറ്റ് ചെയ്ത് നല്ല സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ പിസ്സ റെഡിയായി. അപ്പോൾ ഇത് വെക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് ലോ ഫ്ലെയിമിലായിരിക്കണം. തീ കൂടിക്കഴിഞ്ഞാൽ അടി കരിഞ്ഞ് മൊത്തം കുളമായിപ്പോൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ആ മൊസില്ല ചീസ് ഒന്ന് എല്ലാം ഒന്ന് മെൽറ്റായി ആകെ നമ്മൾ വെച്ചിരുന്ന ആ ഐറ്റംസ് എല്ലാം ഒന്ന് വെന്ത് വരാണ്ടൊന്ന് വെയിറ്റ് ചെയ്യാം. പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ സാധനം എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ. അങ്ങനെ നമ്മുടെ പിസ്സ എല്ലാം റെഡി ആയിട്ടുണ്ട്. ആ ചീസെല്ലാം ഉരി ഇറങ്ങി എന്താ പറയുക, ആ മാവെല്ലാം നല്ല കറക്റ്റ് പരുവത്തിന് വേവായി, എല്ലാം നല്ല സെറ്റായിട്ടുണ്ട് നമ്മുടെ പിസ്സ എല്ലാം. അപ്പം ഇനി അടുത്ത പരിപാടി നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ സാധനം എങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ടേ. അപ്പോൾ ഇനി നമ്മുടെ പിസ്സ എങ്ങനെയുണ്ടോ നോക്കട്ടെ. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിനകത്തേക്ക് ശകലം ചില്ലി ഫ്ലേക്സ്, ശേഷം ഒറിഗാനോ, അതും കൂടെ ഇതിനകത്തേക്ക് ശകലം ഇട്ട് കൊടുക്കാം. കുട്ടി വാ, ഓടിയോ. അത് തരാം. കുഞ്ഞ് ഇത് മതിയോ? അപ്പം പൊന്നി പറഞ്ഞത് കുഞ്ഞത് കടിച്ചോ. എങ്ങനുണ്ട്? കൊള്ളാം. ഇനി വാ കുട്ടി. കൊള്ളാമോ? ഇനി അടിപൊളിയാണോ? സൂപ്പറാണ് സാധനം. അപ്പോൾ ഇനി ഞാനും കൂടെ ഒന്ന് കഴിച്ചോ മതി. സാധനം എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. നല്ല സാധനം, കൊള്ളാം. നമ്മളെ ഒരു വെറൈറ്റി ടേസ്റ്റ്, നമ്മൾ ആ കൊഞ്ചിൻ്റെ ഒരു ടേസ്റ്റും നോർമൽ നമ്മുടെ പിസ്സയുടെ ടേസ്റ്റ് തന്നെ, പിന്നെ കൊഞ്ചിൻ്റെ കൂടെ ഫ്ലേവർ വരുമ്പോഴല്ലോ വേറെ ആ ചീസും കൊഞ്ചും നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കൊഞ്ച് തരുന്ന ഇത് കഴിക്കുക. പൊളി സാധനം. അപ്പോൾ ആ ചീസും കാര്യങ്ങളെല്ലാം നല്ലപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ്ട, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി സാധനം. മെയിനായിട്ട് നമ്മുടെ പ്രൗൺസിൻ്റെയും കൂടെ ടേസ്റ്റ് വന്നിട്ടുണ്ടോ, വേറെ ലെവല്. കൊള്ളാം, സൂപ്പർ സാധനം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, കാരണം നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ. ഓക്കെ, ബൈ. Bye bye.